ഇന്ന് നമുക്ക് അരിപ്പൊടി കൊണ്ട് നല്ല രീതിയിൽ നെയ്യപ്പം ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. 6 അച്ച് ശർക്കരയിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് മൈദയും 1/4 കപ്പ് റവയും കൂടി എടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര ചൂടോട് കൂടി അരിച്ചിട്ട് ഒഴിച്ചെടുക്കാം. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് ടൈറ്റ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് നെയ്യോട് കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ഇട്ടെടുക്കാം. ഇനി 1/4 ടീസ്പൂൺ അളവിൽ കുറച്ച് അപ്പക്കാരം കൂടി ഇട്ടെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചൂടാക്കി എടുക്കുക. എണ്ണ നല്ലോണം ചൂടായി വന്നാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഓരോന്നായിട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്.